ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് MCO 2-1 മാനേജീരിയൽ എക്കണോമിക്സ് ഫസ്റ്റ് സെമസ്റ്റർ MCOMൻ്റെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സ്കോപ്പ് ഓഫ് ബിസിനസ്, സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഫസ്റ്റായിട്ട് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നതിൻ്റെ ഡെഫിനിഷനാണ്. ഡെഫിനിഷന് 3 ടേംസിലാണ് പറയുന്നത്. ഒന്നാമത്തത് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തഡോളജീസ്. അത് ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആണ്, അപ്ലിക്കേഷൻ ചെയ്യേണ്ട എക്കണോമിക്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തഡോളജീസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വിത്തിൻ ദ ഫേം ഓഫ് ഓർ ഓർഗനൈസേഷൻ അണ്ടർ ദ കണ്ടീഷൻസ് ഓർ അൺസർട്ടൈനിറ്റി. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തഡോളജി ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓർഗനൈസേഷനിലുള്ള കണ്ടീഷൻസ് ആൻഡ് അനിശ്ചിതമായിട്ടുള്ള സാഹചര്യം വരുന്ന സമയത്തും കണ്ടീഷൻസ് വരുമ്പോഴും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തഡോളജി ആണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി സ്പെൻസർ ആൻഡ് സിഗിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസസ് ഫോർ പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെൻറ്റ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻ്റഗ്രേഷനാണ്. എന്തൊക്കെ തമ്മിൽ? ഓഫ് എക്കണോമിക് തിയറി വിത്ത് പ്രാക്ടീസസ്, ബിസിനസ് പ്രാക്ടീസസ്. ഒരു എക്കണോമിക് തിയറിയും അത് പ്രാവർത്തികമാക്കുന്നതും കൂടെയാണ്. അതായത് ഒരു തിയറി മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുന്നതും കൂടിയുള്ള കാര്യമാണ് ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പേർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മെഷർമെൻറ്റ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് തിയറി അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അതിൻ്റെ മാനേജ്മെൻറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും കൂടെ വേണ്ടിയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസും എക്കണോമിക് തിയറിയും കൂടെയുള്ള ഇൻ്റഗ്രേഷനാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് സ്പെൻസർ ആൻഡ് സിഗിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മാനേജീരിയൽ എക്കണോമിക്സിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ആൾ ഹെയിൽസ്റ്റോൺ ആൻഡ് റോത്ത്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറിയാണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇതൊരു എക്കണോമിക് തിയറി ആണ് എന്നുള്ളതാണ്. ഈ എക്കണോമിക് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതും രണ്ടിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അനാലിസിസ് ടു പ്രാക്ടീസ് ഓഫ് ബിസിനസ് ഫേംസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ബിസിനസ് ഫേംസിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള, അനലൈസ് ചെയ്യാനുള്ള എക്കണോമിക് തിയറി ആണ് എന്നുള്ളതാണ് ഹെയിൽസ്റ്റോൺസ് ആൻഡ് റോത്ത്വെല്ലിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷന് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിനെ കുറിച്ചിട്ട് എന്തായാലും പഠിച്ചു വെക്കണം. കാരണം നമ്മൾ പേപ്പറിൻ്റെ പേര് തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത് നമ്മൾ എഴുതാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. സോ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ആൻ എക്കണോമിക് നേച്ചർ. മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക് നേച്ചറിലുള്ള കാര്യങ്ങളിലാണ് ഡിസിഷൻ മേക്കിംഗ് ഈ മാനേജീരിയൽ എക്കണോമിക്സ് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇറ്റ് ഈസ് എ മൈക്രോ എക്കണോമിക് ഇൻ ക്യാരക്ടർ. മൈക്രോ എക്കണോമിക് ആണ്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്കണോമിക്സ് ആക്ടിവിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫേം ഓർ സ്മോൾ ഗ്രൂപ്പ്. ചെറിയ ഗ്രൂപ്പിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ വരുന്നത് മൈക്രോ എക്കണോമിക് ആണ്. മാക്രോ എക്കണോമിക്കും ഉണ്ട് കേട്ടോ.
ഇനി അടുത്തതായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ലാർജ്ലി യൂസസ് ദാറ്റ് ബോഡി ഓഫ് എക്കണോമിക് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ഈസ് നോൺ ആസ് തിയറി ഓഫ് ഫേം. ഇത് കൂടുതലായിട്ട് മാനേജീരിയൽ എക്കണോമിക്സ് ഉപയോഗിക്കുന്നത് എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്, സാമ്പത്തികമായിട്ടുള്ള ആശയങ്ങൾക്കും പ്രിൻസിപ്പിൾസിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാനേജീരിയൽ എക്കണോമിക്സ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് പറയുന്ന പേരാണ് തിയറി ഓഫ് ദ ഫേം. അതിന് ഒരു ഓർഗനൈസേഷനിലുള്ള എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് തിയറി ഓഫ് ഫേം. അങ്ങനെയും ഇതിനെ പറയാം മാനേജീരിയൽ എക്കണോമിക്സ് എന്നല്ലാതെ. ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു ഫീച്ചറാണ് ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് ആൻഡ് പെർസ്ക്രിപ്റ്റീവ്. ഇത് കൃത്യമായിട്ടൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്കണോമിക് ഡിസിഷൻ നമ്മൾ എടുക്കുക. അപ്പം അത് ഗോൾ ഓറിയൻറ്റഡ് ആണ് ആൻഡ് ഓൾസോ പ്രെസ്ക്രിപ്റ്റീവും കൂടെയാണ്. അതായത് നിർദ്ദേശം അടിസ്ഥാനത്തിൽ, ഒരാളുടെ നിർദ്ദേശാടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ബോത്ത് കൺസെപ്ഷ്യൽ ആൻഡ് മെട്രിക്കൽ. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് തിയറി വിത്ത് മെഷർമെൻറ്റ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെപ്ഷ്യൽ ആൻഡ് മെട്രിക്കലാണ്. ആശയപരവും അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത് പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ നടപ്പിലാക്കും കൂടെ ചെയ്യുന്നതാണ്. സോ അത് രണ്ടും കൂടെയാണ് എന്ത് മാനേജീരിയൽ എക്കണോമിക്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് തിയറി വിത്ത് മെഷർമെൻറ്റ്. തിയറിയും അതിന് മെഷർമെൻറ്റും കൂടെ അത് പ്രാവർത്തികമാക്കും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ കൺസെപ്ഷ്യൽ ആൻഡ് മെട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് എന്താണ് ഫീച്ചേഴ്സ് എന്ന് 20 മാർക്കിന് നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് ഒരു പേപ്പറിലും അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് 1 by 1 ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഹെഡിങ്ങിൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു 3-4 ലൈൻ എഴുതാനും കൂടെ നമ്മൾ പഠിച്ച് വെക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, ബികോം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ +1 +2 മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാനേജീരിയൽ എക്കണോമിക്സ് സയൻസ് ആണോ ആർട്ടാണോ എന്നുള്ളത്. സോ അതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട് ഓർ സയൻസ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അപ്പോൾ സയൻസുമായിട്ട് എന്തൊക്കെ സാമ്യതകളാണ് മാനേജീരിയൽ എക്കണോമിക്സിന് ഉള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത്. സയൻസ് മീൻസ് സിസ്റ്റം ഓഫ് നോളജ് ബേസ്ഡ് ഓൺ ഫാക്റ്റ് ആൻഡ് ലോജിക്കൽ റീസണിങ്. സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജാണ്. കൃത്യമായിട്ട് എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ബോഡി ഓഫ് നോളജ് അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് ലോജിക്കലായിട്ടുള്ളൊരു റീസൺ വേണം, നമുക്ക് തെളിവുകൾ വേണം. അതാണ് സയൻസിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പം മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് പ്രോബ്ലംസ് ലൈക്ക് ഹൗ ടു യൂസ് ലിമിറ്റഡ് റിസോഴ്സസ് വൈസ്ലി. അതായത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഇറ്റ് യൂസസ് ഡാറ്റ അനാലിസിസ് ആൻഡ് മെത്തേഡ്സ് ടു മേക്ക് ഗുഡ് ഡിസിഷൻസ്. നല്ല ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഡാറ്റ, കറണ്ട് ഡാറ്റ, കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റയൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യുകയും ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റയും അനാലിസിസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ദിസ് ഈസ് ഓൾസോ നമ്മളെ സയൻസിൻ്റെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും നമുക്ക് ഇങ്ങനെയുള്ള ഡാറ്റാസ് അനാലിസിസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണെന്ന് പറയുന്നത്. ഈ പറയുന്ന ഓരോരോ ഫീച്ചേഴ്സും സയൻസിൻ്റെയും കൂടെ ഫീച്ചറാണ്. അതുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിക്സ് സയൻസ് ആണ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിസിനസ്.
ഒരു ബിസിനസ്സിൻ്റെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേർണലായിട്ടും ഉള്ള എല്ലാ ഫാക്ടേഴ്സിനെ എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് മാനേജീരിയൽ എക്കണോമിക്സിന് പറ്റും എന്നുള്ളതാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനേജീരിയൽ എക്കണോമിക്സിന് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. സോ മാനേജീരിയൽ എക്കണോമിക്സ് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് ആണ്. അതേപോലെ തന്നെ ലോജിക്കലായിട്ടുള്ള റീസണിങ്ങും വേണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. മാനേജീരിയൽ എക്കണോമിക്സ് സയൻസാണ് എന്ന് പറയാനായിട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോണത് ലൈക്ക് സയൻസ് ഇറ്റ് ഫോളോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. സയൻസിനും ഇതേപോലെ തന്നെ ഒറ്റയടിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യല്ല ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോരോ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ആൻസറിലോട്ട് എത്തുക സയൻസ്. അതേപോലെ തന്നെയാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെയും കേസ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനേജർ യൂസസ് കോസ്റ്റ് അനാലിസിസ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ലൈക്ക് എ സയൻറ്റിസ്റ്റ് യൂസിങ് ഡാറ്റ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിസ്റ്റ് എങ്ങനെയാണോ ഡാറ്റ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാനേജറും മാനേജീരിയൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റയും അനാലിസിസും എടുക്കുന്നുണ്ട് ബിഫോർ ലോഞ്ചിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ. ഇനി മാനേജീരിയൽ എക്കണോമിക്സ് ഒരു ആർട്ടാണെന്ന് പറയാനുള്ള റീസൺ, ആർട്ട് മീൻസ് അപ്ലൈയിങ് സ്കിൽസ് ഓർ ക്രിയേറ്റിവിറ്റി ടു ഗെറ്റ് ബെസ്റ്റ് റിസൾട്ട്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്കില്ല് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ആ ഒരു സ്കില്ല് കാര്യങ്ങൾ അവർ മോൾഡ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസിലൂടെ എക്സ്പെരിമെൻറ്റേഷനിലൂടെ അവർ കൊണ്ടുവരേണ്ടതാണ് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾസോ ആർട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർ നീഡ്സ് പ്രാക്ടിക്കൽ സ്കിൽസ് ടു അപ്ലൈ എക്കണോമിക് തിയറീസ് ഇൻ റിയൽ ലൈഫ്. റിയൽ ലൈഫിൽ എക്കണോമിക് തിയറി അപ്ലൈ ചെയ്യാനായിട്ട് മാനേജർക്ക് എക്സ്പീരിയൻസ് വേണം, പ്രാക്ടിക്കലായിട്ടുള്ള സ്കിൽസ് വേണം. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ജഡ്ജ്മെൻറ്റ്, എക്സ്പീരിയൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരാൾക്ക് ജഡ്ജ്മെൻറ്റും എക്സ്പീരിയൻസും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലേ നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് മാനേജീരിയൽ എക്കണോമിസ്റ്റ് മസ്റ്റ് നോ ഹൗ ആൻഡ് വെൻ ടു യൂസ് റൈറ്റ് ടൂൾ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് അച്ചീവ് ഗോൾസ്. ഈ ജഡ്ജ്മെൻറ്റും എക്സ്പീരിയൻസും ക്രിയേറ്റിവിറ്റിയിലൂടെ ഒരു മാനേജർക്ക്, ഒരു മാനേജീരിയൽ എക്കണോമിസ്റ്റിന് എന്ത് ടൂളാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും ഉപയോഗിക്കേണ്ടത് എന്ന് അയാൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഡാറ്റ സേസ് പ്രൈസ് കട്ട് മേ വർക്ക്, എ സ്കിൽ മാനേജർ മേ കമ്പൈൻ മാർക്കറ്റ് ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് ടു ഡിസൈഡ് ദ ബെസ്റ്റ് ആക്ഷൻ. അതായത് പ്രൈസ് കട്ട് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ പറയുന്നത് പ്രൈസ് കട്ട് വർക്ക് ചെയ്യും, ആ ഒരു പ്രൈസിന് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ പ്രൊഡക്റ്റിന് എന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഡാറ്റ പറയുന്നത്. പക്ഷെ ഒരു സ്കില്ലഡ് ആയിട്ടുള്ള മാനേജർ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഫീലും എക്സ്പീരിയൻസും ഉള്ളത് കൊണ്ട് അയാൾ ബെസ്റ്റ് ആക്ഷനാണ് അവിടെ ഡിസൈഡ് ചെയ്യുക, ഡാറ്റ പറയുന്നത് പോലെ മാത്രമല്ല. അപ്പോൾ അതാണ് ഡാറ്റയും സയൻസും തമ്മിലുള്ള ഡിഫറൻസും എന്തുകൊണ്ട് മാനേജീരിയൽ എക്കണോമിക്സ് സയൻസും ആർട്ടുമാണെന്ന് പറയാനുള്ള റീസണ് ഇതാണ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നേച്ചർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ നേച്ചർ എന്തൊക്കെയാണ്? നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചു. ഇപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് ആർട്ടാണോ സയൻസ് ആണോ എന്ന് പഠിച്ചു. ഇനി നേച്ചർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. റിസോഴ്സ് അലോക്കേഷൻ ഒന്നാമത്തെ പോയിൻ്റാണ്. റിസോഴ്സ് അലോക്കേഷൻ നമ്മൾ ഒരു ബിസിനസ്സിന് അത്യാവശ്യമായിട്ടുള്ള റിസോഴ്സാണ് മണി, ടൈം ആൻഡ് വർക്കേഴ്സ്. ഇപ്പോൾ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് ഹാവ് മെനി യൂസസ്. ഈ റിസോഴ്സ് കൊണ്ട് നമുക്ക് ഒത്തിരി യൂസസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ മാനേജർ ടു ഡിസൈഡ് ബെസ്റ്റ് വേ ടു യൂസ് ദീസ് റിസോഴ്സസ് ടു ഗെറ്റ് മോർ ബെനിഫിറ്റ്. അപ്പോൾ ഈ മണിയും ടൈമും വർക്കേഴ്സും എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മാനേജർ ബെസ്റ്റ് വേ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പുട്ട് ചെയ്യേണ്ടതെന്നുള്ളത് മാനേജർ ഡിസൈഡ് ചെയ്യണം. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നല്ല ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതും
മാനേജർ ഡിസൈഡ് ചെയ്യണം. പിന്നെ മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ഇൻ ചൂസിങ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഈച്ച് റിസോഴ്സസ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ബെസ്റ്റ് ഏത് റിസോഴ്സ് എങ്ങനെയാണ് ബെസ്റ്റായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും മാനേജീരിയൽ എക്കണോമിക്സ് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൈക്രോ എക്കണോമിക്സ് കോമ്പോണൻ്റാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്ന നേച്ചർ. ഇത് ഫോക്കസസ് ഓൺ പ്രോബ്ലംസ് ഓൺ ഇൻഡിവിജ്വൽ ബിസിനസ്സസ്. അതായത് മൈക്രോ എക്കണോമിക്സ് കോമ്പോണൻ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മൈക്രോ ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ബിസിനസ്, അതായത് സ്മോൾ ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആരാണ് കസ്റ്റമേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈക്രോ എക്കണോമിക്സിൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വാട്ട് ഇൻപുട്ട് മെറ്റീരിയൽ ഓർ നീഡഡ്, ദിസ് ഈസ് കോൾഡ് മൈക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലുക്ക് അറ്റ് സ്മോൾ യൂണിറ്റ് ലൈക്ക് ഫേംസ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഫേംസും കൺസ്യൂമേഴ്സും മാത്രമുള്ള ഒരു ചെറിയ യൂണിറ്റാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ എക്കണോമിക്സിൽ ഇത്രയും ഡിസിഷൻസ് എടുക്കാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മാക്രോ എക്കണോമിക് കോമ്പോണൻ്റ് ആണ്. മാക്രോ എക്കണോമിക് കോമ്പോണൻ്റ് ബിസിനസ് ആർ ഓൾസോ എഫക്റ്റഡ് ബൈ ഓവറോൾ എക്കോണമി. വലിയൊരു എക്കോണമീനെയാണ് മാക്രോ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് ലുക്ക് അറ്റ് ഗവൺമെൻറ് പോളിസീസ്. അതായത് ബിസിനസ്സിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കാതെ പുറത്തുള്ള കാര്യങ്ങളും കൂടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് മാക്രോ എക്കണോമിക്സ്. സോ ഗവൺമെൻറ് പോളിസീസ് എഫക്റ്റ് ചെയ്യും, ഇൻഫ്ലേഷന്, പ്രൈസ് ലെവൽ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ലെവൽസ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, കൺസ്യൂമർ സ്പെൻഡിങ് ആൻഡ് സേവിങ്സ്. ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്ട് ഇൻഡിവിജ്വൽസിനോ ഒരു ഗ്രൂപ്പിനോ സോൾവ് ചെയ്യാൻ പറ്റണമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെയും പുറത്തുള്ള എക്കോണമിൻ്റെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയുള്ള മാക്രോ എക്കണോമി കോമ്പോണൻറ്റും മാനേജീരിയൽ എക്കണോമിക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നേച്ചറാണ്. ഇനി അടുത്തതായിട്ട് ഡൈനാമിക് നേച്ചറാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയാലോ. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചബിൾ ആണ്. നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും, ഫ്ലെക്സിബിൾ ആണ് എന്നൊക്കെ പറയുന്ന പോലെ. സോ ഡൈനാമിക് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജീരിയൽ എക്കണോമിക് ഡീൽസ് വിത്ത് പേഴ്സൺ ലൈക്ക് എംപ്ലോയീസ്, ബയേഴ്സ്, സെല്ലേഴ്സ് ഹൂസ് ബിഹേവിയർ കീപ്സ് ചേഞ്ചിങ്. അതെ, എംപ്ലോയീസിൻ്റെയും ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ ഒക്കെ ബിഹേവിയർ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. സോ ഇറ്റ് മസ്റ്റ് അഡ്ജസ്റ്റ് ആൻഡ് ഇൻവോൾവ് വിത്ത് ചേഞ്ചസ്, ട്രെൻഡ്സ്, ടെക്നോളജി ആൻഡ് മാർക്കറ്റിൻ്റെയും ടെക്നോളജിയുടെയും ട്രെൻഡിൻ്റെയൊക്കെ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും അതിൽ ഇൻവോൾവ് ചെയ്യുകയും നമ്മൾ ചെയ്യണം. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡൈനാമിക്, ഓൾവേസ് ചേഞ്ചിങ്. അതാണ് നമ്മൾ ഓൾവേസ് ചേഞ്ചിങ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നമുക്ക് നേച്ചർ വരുന്നത് ഡൈനാമിക്, മാക്രോ എക്കണോമിക് കോമ്പണൻറ്റ്, മൈക്രോ എക്കണോമിക്, റിസോഴ്സ് അലോക്കേഷൻ, ഈ 4 നമുക്ക് നേച്ചറായിട്ട് വരുന്നത്. ഇനി അടുത്തത് സ്കോപ്പ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസ് ചെയ്യുകയും അതിൻ്റെ ഫോർകാസ്റ്റിംഗ്, ഫ്യൂച്ചറിൽ എന്താണ് നടക്കുക എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു മാനേജീരിയൽ എക്കണോമിക്സിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എ ബിസിനസ് മസ്റ്റ് നോ ഹൗ മച്ച് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് വിൽ ഡിമാൻഡഡ് ഇൻ ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചറിൽ എത്രയാണ് ഈ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഉണ്ടാവുക എന്നറിഞ്ഞിട്ടേ നമ്മൾ മാർക്കറ്റിലോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ടു പ്രെഡിക്റ്റിംഗ് ഡിമാൻഡ്. മാനേജീരിയൽ എക്കണോമിക്സ് ഡാറ്റയും അതേപോലെ തന്നെ അനാലിസിസും വെച്ചിട്ട് ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഹെൽപ്പ് മാനേജേഴ്സ് ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് ആൻഡ് വെൻ. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ഗ്രോയിങ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഇത് മാനേജേഴ്സിന് എന്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും അതേപോലെ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്നും എങ്ങനെയാണ് സെയിൽസും പ്രോഫിറ്റും ഗ്രോ ചെയ്യുക എന്നുള്ളതും ഡിസൈഡ് ചെയ്യാനായിട്ട്
ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത സ്കോപ്പ് പറയുന്നത് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഒരു എക്കണോമിക്കലി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ കോസ്റ്റും പ്രൊഡക്ഷനും എക്കണോമിക്കലി ഒരു വലിയ പാർട്ടാണ്. സോ നോയിങ് കൺട്രോളിങ് കോസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്സ് മാനേജേഴ്സ് എസ്റ്റിമേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളതും, എങ്ങനെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും, എങ്ങനെയാണ് ബെറ്റർ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളതും ഒരു മാനേജീരിയൽ എക്കണോമിക്സ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ദിസ് ലീഡ് മോർ പ്രോഫിറ്റ് ആൻഡ് ലെസ് ലോസ്. വേസ്റ്റേജ് കുറക്കുന്നതിലൂടെ നല്ലൊരു പ്രൊഡക്ഷൻ്റെ പ്ലാൻ ഉള്ളതിലൂടെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ പ്രോഫിറ്റ് കൂട്ടാനും അതേപോലെ തന്നെ കോസ്റ്റ് ലെസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ് പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്. എവറി ബിസിനസ് വാണ്ട്സ് ടു ഏൺ പ്രോഫിറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി. എല്ലാ ബിസിനസ്സിനും പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് താല്പര്യം, പക്ഷേ എന്താണ് അത് ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഡ്യൂ ടു മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസ് പ്രെഡിക്റ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഹാർഡ്. മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, എപ്പോഴും സീസൺ ആയിരിക്കണം എന്നില്ല. അപ്പം പ്രോഫിറ്റ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ്. മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്സ് ഇൻ സ്റ്റഡിയിങ് പ്രോഫിറ്റ് ട്രെൻഡ്സ് സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബ്രേക്ക് ഈവൻ അനാലിസിസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മേക്കിംഗ് ഗുഡ് പ്രോഫിറ്റ് സ്ട്രാറ്റജീസ് നല്ല പ്രോഫിറ്റ് സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് കവർ കോസ്റ്റ്, എത്രയാണ് സെല്ല് ചെയ്യേണ്ടത്, നമുക്ക് ആക്ച്വൽ പ്രൈസ് എങ്ങനെ നിശ്ചയിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പം മെഷീൻസ്, ബിൽഡിങ്സ് ഒക്കെ ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ദീസ് ഡിസിഷൻസ് ആർ റിസ്കി ടു ഇൻവോൾവ് ബിഗ് എമൗണ്ട്സ്. അപ്പോൾ ക്യാപിറ്റൽ ഓൾവേസ് ബിഗ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? കാൽക്കുലേറ്റിംഗ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചൂസിങ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ്, നല്ല പ്രൊജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റെഡ്യൂസിങ് റിസ്ക് ഇൻ സ്പെൻഡിങ് ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യുന്നതിന് ത്രൂ നമുക്ക് ഈ ക്യാപിറ്റൽ ഇറക്കുന്നതിന് റിട്ടേൺ കിട്ടുമോ, നല്ല പ്രൊജക്റ്റ് കിട്ടുമോ, നല്ല പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനും ക്യാപിറ്റൽ മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ബിസിനസ് എൻവിറോൺമെൻറ്റ് അനാലിസിസ് ആണ്. എ ബിസിനസ് ഈസ് എഫക്റ്റഡ് ബൈ ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതായത് ഒരു ബിസിനസ് അതിൻ്റെ സറൗണ്ടിങ്സും, ഒരു ബിസിനസ് അവിടെ നിൽക്കുന്നതിൻ്റെ സറൗണ്ടിങ്സും കൂടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മൾ എവിടെയാണോ ബിസിനസ് ഇടുന്നത് ആ ഒരു ബിസിനസ് അതിനനുസരിച്ചാണ് അവിടെ കസ്റ്റമേഴ്സ് വരിക. സോ ദ എക്കോണമി, മാർക്കറ്റ് ലോസ്, ഗ്ലോബൽ ട്രെൻഡ്സ് ഇതൊക്കെ ഈ ഒരു ബിസിനസ്സിൻ്റെ എൻവിറോൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. സോ മാനേജീരിയൽ എക്കണോമിക്സ് എങ്ങനെയാണ് ബിസിനസ് എൻവിറോൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക് കണ്ടീഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബിസിനസ് പ്ലാൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും മാർക്കറ്റ് ചേഞ്ചസിനനുസരിച്ച് ബിസിനസ് പ്ലാൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റേ റെഡി ഫോർ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇഷ്യൂസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനും ഇൻ്റർനാഷണൽ ട്രേഡ് ഇഷ്യൂസിനൊക്കെ റെഡി ആയിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും മാനേജീരിയൽ എക്കണോമിക്സ് ത്രൂ മാനേജേഴ്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ.